പെർത്ത് ടെസ്റ്റിൽ ഇന്ത്യ കൂറ്റൻ ലീഡിലേക്ക് ഒരു വിക്കറ്റിന് 216 റൺസ് പിന്നിട്ട് ഇന്ത്യയുടെ ലീഡ് ഇപ്പോൾ 261 റൺസ് പിന്നിട്ടു. യശസ്വി ജയ്സ്വാൾ ഇന്ത്യക്കായി സെഞ്ചുറിയും നേടി. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അനിൽ വാസുദേവ് നൽകും. അനിൽ വാസുദേവ്, ഗുഡ് മോർണിംഗ്. പെർത്തിൽ തകർക്കാണോ? ഇന്ത്യയുടെ ഒരു ആധിപത്യത്തിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. മത്സരത്തിൽ ആദ്യ ഇന്നിങ്സിൽ ഇന്ത്യ 150 റൺസിന് വീണപ്പോൾ ഒരുപക്ഷെ ഇന്ത്യ ഈ മത്സരത്തിൽ തോറ്റുപോയേക്കാം എന്നുള്ളൊരവസ്ഥ വന്നിരുന്നു. പക്ഷേ ഇന്ത്യയുടെ ബൗളർമാർ ഇന്ത്യയെ ശക്തമായി തിരിച്ചു കൊണ്ടുവന്നു. 104 റൺസിന് ആതിഥേയരെ എറിഞ്ഞിട്ട് കൊണ്ടാണ് ഇന്ത്യ മത്സരത്തിലേക്ക് വന്നത്. രണ്ടാം ഇന്നിങ്സിലേക്ക് വന്നപ്പോൾ ഇതൊരു ബൗളിംഗ് പിച്ചാണോ, പേസർമാർക്ക് പിന്തുണ നൽകിയ ആദ്യ ഇന്നിങ്സുകളെ പോലെ നൽകിയ ഒരു പിച്ചാണോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ഇന്ത്യയുടെ പ്രകടനം, ഇന്ത്യൻ ബാറ്റർമാരുടെ പ്രകടനം. അതിൽ എടുത്തു പറയേണ്ടത് യശസ്വി ജയ്സ്വാളിൻ്റേതാണ്. ആ യുവതാരം ഇപ്പോൾ ഓസ്ട്രേലിയൻ മണ്ണിലെ ആദ്യ സെഞ്ചുറി കുറിച്ചിരിക്കുകയാണ്. 228 പന്തിൽ 115 റൺസാണ് യശസ്വി ജയ്സ്വാൾ നേടിയിരിക്കുന്നത്. താരം ഇപ്പോഴും ക്രീസിലുണ്ട്. ഇന്ന് ഇന്ത്യക്ക് നഷ്ടമായത് ഒരു വിക്കറ്റാണ്. KL രാഹുലിൻ്റെ വിക്കറ്റാണ് ഇന്ത്യക്ക് നഷ്ടമായത്. KL രാഹുൽ 77 റൺസ് എടുത്താണ് ഔട്ടായത്. ഒരുപക്ഷെ KL രാഹുലിൻ്റെ ആ ക്ലാസ് ഇന്നിങ്സിനെയും കൈയടിച്ചേ തീരൂ. കാരണം സമീപകാലത്ത് ഫോമിൻ്റെ പേരിൽ മറ്റു പല കാര്യങ്ങളുടെയും പേരിലൊക്കെ തന്നെ വലിയ പരാതികൾ കേട്ട ഒരു താരം വലിയൊരു സ്റ്റേജിലേക്ക് വന്നപ്പോൾ സേന കൺട്രീസിലെ അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനം വീണ്ടും ആവർത്തിക്കുന്നതാണ് കണ്ടത്. സെഞ്ചുറി നഷ്ടം എന്നുള്ള ഒരു നിരാശമാണ് മാത്രമാണ് ഉള്ളത്. ഇപ്പോൾ ദേവദത്ത് പടിക്കൽ 5 റൺസുമായി യശസ്വി ജയ്സ്വാളിനൊപ്പം ക്രീസിലുണ്ട്. ഇന്ത്യ എന്തായാലും വലിയൊരു സ്കോർ അടിച്ചെടുക്കുമെന്നും ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ ജയം നേടുമെന്നും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യക്ക് ഈ പരമ്പരയിൽ മികച്ച ജയം അനിവാര്യമാണ്. അതായത് 4-0 ജയം വേണം. എന്നിരുന്നാൽ മാത്രമാണ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിലേക്ക് മറ്റു ടീമുകളുടെ സഹായമില്ലാതെ ഇന്ത്യക്ക് മുന്നേറാൻ സാധിക്കൂ. SKL. താങ്ക് യു അനിൽ വാസു.